ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഇതിന് അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഒരു A4 സൈസ് പേപ്പർ ഗ്രീൻ കളറിൽ എടുത്തിട്ട് ഒരു ലീഫിന്റെ സ്ട്രക്ചർ വരച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മറ്റൊരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത പേപ്പറിനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് എൻ്റെ ആകുമ്പോൾ നമുക്ക് ഒന്ന് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഈ ഒരു ക്രാഫ്റ്റ് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫൈനൽ ലുക്ക് ആണ്, നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാൻ തോന്നുന്നു. അടിപൊളിയാണ് കേട്ടോ. ഇതേപോലെ ഗം യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കി വന്നിരിക്കുന്ന വലിയ സ്റ്റിക്ക് പേപ്പർ ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നീക്കിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് നമുക്കൊന്ന് ചുരുക്കിയെടുത്ത് ഈ ഒരു സ്ട്രക്ചർ കിട്ടും. നമുക്ക് ഈ ഒരു സ്ട്രക്ചറാണ് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം വലിയ റോൾ പേപ്പർ ഈ ചെറിയ റോൾ പേപ്പറിനകത്ത് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ആ ഒരു ചെറിയ റോൾ പേപ്പർ ആ ലീഫിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ വർക്കിംഗ് ഒക്കെ ഓക്കെ ആണോ നോക്കാം. ഈ ഒരു വർക്കിംഗ് ഓക്കെ ആണെങ്കിൽ എല്ലാം ഓക്കെ ആണ് കേട്ടോ. അതിനുശേഷം നേരത്തെ മാറ്റിച്ച ടിഷ്യൂ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള രീതി പെയിന്റ് ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു വിയേർഡ് ലുക്ക് ഞാൻ ഇതേപോലെയാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പെയിന്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ സ്റ്റിക്കിലും വലിയ സ്റ്റിക്കിലും ടച്ച് ചെയ്യുന്ന രീതി ഈ ഒരു പുഴുവിനെ നമുക്ക് വളച്ച് മടക്കിയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ശ്രദ്ധിക്കണം, 2 സ്റ്റിക്കിലായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതിനുശേഷം ആ വലിയ സ്റ്റിക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ പുഴുവിന് ജീവൻ വെച്ചിട്ട് ഫീൽ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. പിന്നെ അടുത്ത ഏത് വീഡിയോ ആണോ നിങ്ങൾ കമന്റും ചെയ്യണേ. അപ്പം എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ബൈ ഗൈസ്, പിന്നെ ഒരു വീഡിയോ പിന്നെ കാണാം.